വിളയിൽ കൂടിയുണ്ട് VHP നേതാവ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്ന ആരോപണം എന്നത് മലപ്പുറത്ത് സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അതിന് കാരണം അവിടുത്തെ ജനസംഖ്യാ വർധനമാണ്, പ്രൊഡക്ഷൻ കൂടിയതുകൊണ്ടാണ് ഇത്തരത്തിൽ സീറ്റുകൾ വർദ്ധിച്ചത്, അങ്ങനെ അവർക്കൊരു ശക്തിയായി മാറാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോടും അത്തരത്തിലുള്ള ആഹ്വാനമൊക്കെയാണ് നൽകുന്നത്. ഈ 2025 പോലെ ഒരു കാലഘട്ടത്തിൽ ഒരു സാമുദായിക നേതാവ് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളിയെ വിലയിരുത്താൻ സാധിക്കും. അതിനപ്പുറത്ത് ശ്രീനാരായണീയ ആദർശങ്ങളെയൊക്കെ മുന്നിൽ പിടിച്ചുകൊണ്ടോ മുറുകെ പിടിച്ചുകൊണ്ടോ പോകുന്നു എന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തോന്നുന്നില്ല. അതെന്തുമാകട്ടെ, ഒരു സമുദായ സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സമുദായ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണോ നടത്തേണ്ടത്? പ്രത്യേകിച്ച് ആ സമുദായത്തോട് പലതും പറയാം, പക്ഷേ അതിന് മറ്റൊരു മതവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇത്തരം പരാമർശങ്ങൾ നടത്തേണ്ടത്? അല്ല, അദ്ദേഹം പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചും മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലഘട്ടം തൊട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശന് ഇന്നലെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയില് വിദ്യാഭ്യാസ മന്ത്രി 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ കണക്ക് അവതരിപ്പിച്ചു. എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ കേരളത്തിൽ എത്ര കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്? ഏകദേശം 3,60,500 കുട്ടികളാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത്. അതിനകത്ത് ജില്ല തിരിച്ചും അദ്ദേഹം കണക്കുകൾ പറഞ്ഞിരുന്നു. 25%, 3,60,60,000 25% വരുന്ന 65,000 കുട്ടികളും മലപ്പുറം എന്ന് പറഞ്ഞ ഒറ്റ ജില്ലയിലാണ് അഡ്മിഷൻ എടുത്തതെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും. അതിന് താങ്കൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, മലപ്പുറം ജില്ലയിൽ പ്രസവിക്കുന്ന എല്ലാം മുസ്ലിം സ്ത്രീകളാണോ എന്നൊരു ചോദിക്കാം. അതവിടെ നിൽക്കട്ടെ. സ്വാഭാവികമായും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ഒന്നാണ്. ആ ജില്ലയിലാണ് കേരളത്തിലെ മൊത്തം കുട്ടികളുടെ 25% ജനിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഘടകമുണ്ട്. അത് തീർച്ചയായിട്ടും ശരിയാണ്. അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിലെ ഒരു കാര്യം കൂടെ നോക്കണം. 2 വർഷം മുമ്പ് 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് 7 വയസ്സുകാരനാണ്. 11 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ നിയമസഭാ പ്രാതിനിധ്യം വരുമ്പോൾ ഏകദേശം 25% വരുന്ന നവ വോട്ടർമാരും ഒരൊറ്റ ജില്ലയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ച ആ ഫാക്ട്സിന്റെ പിറകിലുള്ള ഫിഗർ. നമ്മൾ അതിനെ മറക്കാൻ സാധിക്കില്ല. അത് വളരെ കൃത്യമാണ്. 2021 സെൻസസ് നടന്നില്ല. 2021 കോവിഡ് കാരണം നടക്കാതിരുന്ന സെൻസസ് ഇനിയും നടക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം 50% താഴെയായിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മുസ്ലിങ്ങളുടെ ജനനം കുത്തനെ കൂടുന്നു. ബാക്കി വിഭാഗങ്ങളുടെ നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 100 ദമ്പതികൾക്ക് എത്ര മക്കളുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കുണ്ട്. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്കനുസരിച്ച് ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.94 എന്ന് പറഞ്ഞാൽ 100 ഹിന്ദു ദമ്പതികളുടെ മക്കളുടെ എണ്ണം 194. ഇതേ സാഹചര്യത്തിൽ ഇസ്ലാമിക ദമ്പതികളുടെ മക്കളുടെ എണ്ണം 235. ഈ അസന്തുലിതാവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഒരു ഇസ്ലാമികവൽക്കരണത്തിന്റെ പാതയിലാണ് എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. തെറ്റെന്താണ്? അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ സജീവമായ ചർച്ചയ്ക്ക് ഇടയാകേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഒരു തെറ്റും അതിനകത്ത് പറയാൻ സാധിക്കില്ല. ഉയർത്തി കാണിക്കട്ടെ, അതിന് എന്ത് പോംവഴി എന്നാണ് ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിവാഹിതരായ ആളുകൾ അവർക്ക് എത്ര കുട്ടികൾ വേണമെന്ന് അവർ തീരുമാനിക്കും. അവരുടെ സാമ്പത്തിക ശേഷി, സാമൂഹിക പശ്ചാത്തലം, ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുമോ, ആ കുട്ടികളെ നന്നായി വളർത്താൻ സാധിക്കുമോ, ഇതൊക്കെയാണല്ലോ ഈ കുടുംബങ്ങൾ ചിന്തിക്കുന്നത്. അതിനപ്പുറത്ത് ഞാൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ഇസ്ലാമാണോ അതുകൊണ്ട് എനിക്ക് എത്ര കുട്ടികൾ വേണം എന്ന മട്ടിലല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം ചിന്തിക്കുക. ഓരോ ദമ്പതികളും അവർക്ക് എത്ര ശേഷിയുണ്ട് ആ കുട്ടികളെ വളർത്താൻ, അവരെ നന്നായി പരിപാലിക്കാൻ സാധിക്കുമോ, ഇതാണല്ലോ അവരുടെ ചിന്തയിൽ. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുമോ, അവർക്ക് പോഷകാഹാരം നൽകാൻ സാധിക്കുമോ, അവർക്ക് സുരക്ഷിതമായ പാർപ്പിടങ്ങൾ ഒരുക്കാൻ സാധിക്കുമോ, ഇതൊക്കെയാണ് സാധാരണ ദമ്പതികൾ ചിന്തിക്കേണ്ടത്. അതിന് പകരം കേരളത്തിലെ ദമ്പതികളോട് നിങ്ങൾ ഇസ്ലാമിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുട്ടികൾ കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാകണം എന്ന തരത്തിലുള്ള സന്ദേശമാണോ നൽകേണ്ടത്? അല്ല, അതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേരള രാഷ്ട്രീയത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്നും രാഷ്ട്രീയപരമായ വിലപേശൽ ശക്തികളാണ്. ഇപ്പോൾ താങ്കളുടെ അടുത്ത് കഴിഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കേരളത്തിലെ KER ആണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത്. ഇന്ന് അതിന് മാറ്റമുണ്ടായിട്ട്
KER കേരള എഡ്യൂക്കേഷൻ റൂൾസിന് പകരമായി മുസ്ലിം എഡ്യൂക്കേഷൻ റൂൾസ് ആണ്. ഏത് ഉദാഹരണം വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ പറയാണ് ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും അവധി വെട്ടിക്കുറയ്ക്കണം, അല്ലെങ്കിൽ പഠന സമയം ഞങ്ങളുടെ മദ്രസ പഠനത്തിന് വിരുദ്ധമാകരുത്, സൂംബ പാടില്ല, ജെൻഡർ ഇക്വാളിറ്റി യൂണിഫോം പാടില്ല തുടങ്ങിയ സർവ്വ കാര്യങ്ങളിലും ഇടപെടാനുള്ള കരുത്ത് ആ പ്രസ്ഥാനങ്ങൾ നേടിയതിന്റെ പിന്നിൽ അല്ല, ഇടപെടുകയല്ല ശ്രീ അഡ്വക്കേറ്റ് അനിൽ, അവർ അഭിപ്രായം പറയുകയാണ്. ഇടപെട്ട് താങ്കൾ പറഞ്ഞതനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ സമയം മാറ്റിയോ? താങ്കൾ പറയുന്നതനുസരിച്ച് സൂംബ വേണ്ട എന്ന് വെച്ചോ? അപ്പോൾ അഭിപ്രായം എല്ലാവർക്കും പറയും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അഭിപ്രായം പറയുന്നു, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് മുഴുവൻ ചെലവിന് കൊടുക്കുമോ? ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന സമുദായത്തിന്റെ സാമൂഹിക അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ അവർക്കുടെ സാമൂഹിക ക്ഷേമത്തിന് വേണ്ടി, സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി SNDP എന്ന സംഘടന എന്തു ചെയ്യുന്നു? വെള്ളാപ്പള്ളി നടേശൻ എന്തു ചെയ്യുന്നു? നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ആ കുട്ടികളെ എങ്ങനെ വളർത്തണം? അവർക്ക് എങ്ങനെ സുരക്ഷിതമായി വിദ്യാഭ്യാസം ലഭിക്കും? അവർക്ക് എങ്ങനെ നല്ല ഭക്ഷണം ലഭിക്കും? അവർക്ക് പാർപ്പിടം ലഭിക്കുമോ? അവർക്ക് സാമ്പത്തിക പിന്തുണയുണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാതെ വെറുതെ ഇങ്ങനെ വായ്ത്താളം അടിച്ചാൽ മതിയോ അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ? അല്ല, അത് തീർച്ചയായിട്ടും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ മൈക്രോ ഫൈനാൻസ് മേഖലയിലൊക്കെ വളരെ സജീവമായ സാന്നിധ്യമുള്ള ഒരു സംഘടന തന്നെയാണ്. അവരതോട് ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കുറെ നാളിന് മുമ്പ് പാലാ രൂപത ഒരു പ്രഖ്യാപനം നടത്തി. തങ്ങളുടെ രൂപതയിലുള്ള ദമ്പതികൾക്ക് 3 കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന തരത്തിൽ പറഞ്ഞു. അതേ സമാന സ്വഭാവമുള്ള സാഹചര്യം ചിലപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിലുണ്ടാകാം. എന്താണ് അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടത്തിന്റെ ചൂണ്ടുപലകെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഇത് കേരള സമൂഹം ചർച്ച ചെയ്യണം. സജീവമായി ഇതിന്റെ ഡേറ്റാസും ഫാക്ട്സും ഫിഗേഴ്സും ഹിസ്റ്ററിയോടെ പഠിച്ചുകൊണ്ട് ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഇസ്ലാമിക വിഭാഗത്തിനുണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിലപേശലിന്റെ ശക്തി വരും നാളുകളിൽ സജീവമാകുമെന്നുള്ളതിന്റെ സൂചനയാണ് ഈ പറഞ്ഞ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ. ശരി, ഒന്ന് തുടരുക ഫാദർ ഫിലിപ്പ്.